നമസ്കാരം. വീട്ടിൽ കയറിയ മോഷ്ടാവിന്റെ കുത്തേറ്റ് ഗുരുതര പരിക്കേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടിരിക്കുകയാണ്. 6 ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് 54-കാരനായ സെയ്ഫ് അലി ഖാൻ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. താരത്തിനൊപ്പം അമ്മയും വിഖ്യാത നടിയുമായ ഷർമിള ടാഗോറും ഭാര്യയും നടിയുമായ കരീന കപൂറും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. താരത്തിന് ഡോക്ടർമാർ ഒരാഴ്ചയാണ് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുന്നത്. അണുബാധ ഒഴിവാക്കാനായി സന്ദർശകർ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് എന്നുമാണ് വിവരം. ഡിസ്ചാർജ് വിവരം അറിഞ്ഞ് നിരവധി പേർ ആശുപത്രി പരിസരത്ത് തടിച്ചു കൂടിയതിനെ തുടർന്ന് കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തുകയായിരുന്നു. ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ 16-ന് പുലർച്ചെയാണ് മോഷ്ടാവിൽ നിന്ന് സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. കത്തി ഉപയോഗിച്ച 6 കുത്തുകളാണ് ഖാന് ഏൽക്കേണ്ടി വന്നത്. മോഷ്ടാവിനെ മുറിക്കുള്ളിൽ പൂട്ടിയിടാൻ ശ്രമിച്ചെങ്കിലും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഏലിയാമ്മ ഫിലിപ്പിന്റെ സഹായത്തോടെ കെട്ടിടത്തിന് പുറത്തിറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു താരം. സെയ്ഫ് അലി ഖാന്റെ നട്ടലിനും കഴുത്തിനും കൈക്കുമാണ് പരിക്കേറ്റത്. 2 മില്ലിമീറ്റർ കൂടി കത്തി പിന്നിട്ടിരുന്നുവെങ്കിൽ സുഷുമ്ന നാഡിയിൽ കത്തി കയറുമായിരുന്നുവെന്നും അത് ജീവന് വരെ ആപത്താകുമായിരുന്നുവെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. കുത്തേറ്റ് സ്പൈനൽ ഫ്ലൂയിഡ് പുറത്തു വന്നതിനാൽ തന്നെ ഇത് ഭേദമാക്കാനായി ശസ്ത്രക്രിയ നടത്തി. ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച കത്തിയുടെ ഒരു ഭാഗവും ശസ്ത്രക്രിയയിലൂടെ നീക്കുകയായിരുന്നു. കൈക്കും കഴുത്തിലുമേറ്റ പരിക്കുകൾക്കായി പ്ലാസ്റ്റിക് സർജറിക്കും താരം വിധേയമായി. വാച്ച്മാൻ മയങ്ങിയപ്പോൾ 4 അടി ഉയരമുള്ള മതിൽ ചാടി കോവണി വെച്ച് മുകളിലേക്ക് കയറുകയായിരുന്നു കള്ളൻ എന്നാണ് അറിയുന്നത്. സംഭവത്തിന് പിന്നാലെ പോലീസ് 30 സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 3-ാം ദിവസം പ്രതി പിടിയിലാവുകയായിരുന്നു. ബംഗ്ലാദേശി പൗരനായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് ആണ് അറസ്റ്റിലായത്. ആക്രമണത്തെ തുടർന്ന് രക്ഷപ്പെട്ട പ്രതി ഥാനയിലെ ലേബർ ക്യാമ്പ് പരിസരത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. 6 മാസം മുൻപ് പശ്ചിമ ബംഗാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് അനധികൃതമായി പ്രവേശിച്ച ഇയാൾ വോളിയയിലെ ഖോലിഗാഡയിൽ വിജയദാസ് എന്ന വ്യാജ പേരിൽ ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പുതുവത്സര തലേന്ന് ബാന്ദ്രയിൽ ഓട്ടോയിൽ കറങ്ങിയ ഇയാൾ ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും വീടുകൾ നോക്കി വച്ചിരുന്നു. മോഷ്ടിക്കാനായി കയറിയത് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി.